ഏട്ടാ ഞാൻ താഴെ വന്നു, ഒരാളോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എങ്ങാണ് അമ്മയുടെ ചെവിയിലോ ആരെങ്കിലും ചെവിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബഹളവും, പിന്നെ അമ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. ഒരാളോട് ഞാൻ പറഞ്ഞില്ല. എന്തേലും കൊന്തയുണ്ട്. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു, ജപമാല ചൊല്ലിയിരുന്നു ഞാൻ. എന്നാലിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം. അപ്പോൾ എൻ്റെ അമ്മ 1-2 തവണ എൻ്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു എന്തുവാ, അവനെന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ബ്ലഡ് ചെറിയ ഇതായിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റാനുള്ള ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ ഇവനെ താഴെ വന്നേച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം, മാതാവ് റൈറ്റ് സൈഡിൽ, ഇവൻ്റെ ഓപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുക, മാതാവ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഈശോയും. അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുമോ ഇവർ. ഈ രൂപമാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരു സൈഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാന്ന്. അപ്പം ഞാനൊക്കെ ദൈവമേ, ഇവരിനി ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ, ഇവനെ ഇനി കൊണ്ടുപോകാൻ വന്നതാണോ, അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇനി ഇവനെ എനിക്ക് തിരിച്ചു തരാനാണോ, എന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ 8:45 ഇവൻ്റെ ഓപ്പറേഷൻ കയറ്റി. വൈകുന്നേരം 3:45 ആ ഡോക്ടർ എൻ്റെ മൊബൈലിൽ വിളിച്ചു. എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി കയറി വരാൻ പറഞ്ഞു. ജീവനില്ലാത്തൊരു ശവം പോലെ ഞാൻ കയറിപ്പോകുന്നത്. കാരണം ഈ ഡോക്ടർ ഇനി എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് വന്ന് എൻ്റെ വീട്ടുകാരോട് പറയണം. എങ്ങാണ് ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്. ഇതൊക്കെ മനസ്സിൽ പോകുന്നുണ്ട്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എൻ്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു.